നമ്മുടെ വാപ്പ എവിടെയാ? നമ്മുടെ ഉമ്മ എവിടെയാ? നമ്മുടെ കൂടെ നടന്നവരെവിടെയാ? അങ്ങനെ ഓരോരുത്തര് പോയല്ലോ. അവിടേക്ക് നമ്മളും പോകേണ്ടവരാ. രാജസിംഹാസനത്തിന്റെ ഉള്ളറയിൽ, സിംഹാസനത്തിന്റെ മുകളിൽ പടക്കോപ്പകളും ആയുധങ്ങളുമായി കാവൽ നിന്ന സായുധരായ പട്ടാളങ്ങൾക്ക് നടുവിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അംലാക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസാരമായിട്ട് അവന്റെ റൂഹം കൊണ്ടുപോയല്ലോ. എവിടെ? അല്ലാഹുവിനെ വെല്ലുവിളിച്ച ഫിറഔൻ എവിടെയാ? അല്ലാഹുവിനെ വെല്ലുവിളിച്ച നമ്രൂദ് എവിടെയാ? എവിടെയാണ് ചെറുപ്പക്കാരോ? ആരോഗ്യം കൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിച്ച ശബ്ദാദ് എവിടെയാ? അങ്ങനെ ഭൂമിലോകത്ത് ദീനിന് വിലങ്ങതടികളായി നിന്നവരില്ല, ദീനിന് വേണ്ടി നിന്നവരില്ല. എല്ലാവരും കടന്നുപോയല്ലോ. സമർത്ഥനായ സീസർ, പ്രസിദ്ധനായ ഹോമർ, സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലത്. ഈ ഭൂമിലോകത്ത് വാണിരുന്ന രാജാക്കന്മാരുണ്ടല്ലോ, മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, വിജ്ഞാനമുള്ളവരുണ്ടായിരുന്നല്ലോ. എല്ലാവരും ദുനിയാവിനോട് വിട പറഞ്ഞതുപോലെ ഈ ദുനിയാവിനോട് നമുക്കും വിട പറയണമുപ്പാ. ഈ ദുനിയാവ് ആർക്കെങ്കിലും അല്ല കൊടുക്കുമായിരുന്നുവെങ്കിലോ, ഈ ഭൂമി ലോകത്ത് മരണമില്ലാതെ ആരെങ്കിലും ജീവിക്കുമായിരുന്നുവെങ്കിൽ ആരാ ആ ഭാഗ്യവാണെന്നറിയോ? ലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഒരാൾക്ക് മരണമില്ലാത്ത ജീവിതം അല്ല കൊടുക്കുമായിരുന്നുവെങ്കിൽ അതെന്റെ കരളിന്റെ കഷ്ണമാ.